കലാഭവൻ മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം പുതിയ വഴിത്തിരിവിലേക്ക്. പാടിയിൽ നടന്ന മദ്യസൽക്കാരത്തിനിടെ കീടനാശിനി ക്ലോർപൈറോഫോസ് മണിയുടെ ശരീരത്തിൽ എത്തിയിട്ടില്ലെന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം എത്തിച്ചേർന്നു. അതേസമയം മണിയുടെ സഹായികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കാനും തീരുമാനമുണ്ട്. മണിയുടെ മരണം കൊലപാതകമെന്നോ ആത്മഹത്യയെന്നോ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ക്രൈംബ്രാഞ്ച് SP ഉണ്ണിരാജ വ്യക്തമാക്കി. എല്ലാ വശങ്ങളും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആസ്പെക്ട്സും വളരെ വിശദമായിട്ട് തന്നെ പരിശോധിക്കും. ഇത് വളരെ കൂലങ്കുഷമായി പരിശോധിച്ചിട്ട് തന്നെയാണ് അതിൻ്റെ രജിസ്ട്രേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ഇതുവരെയുള്ള അന്വേഷണം നടക്കുന്നു, നിരവധി പേരുടെ മൊഴിയെടുത്തു. ഇതുവരെ ഫൈൻഡിങ്സ് അതിനെപ്പറ്റി ഒന്നും ഇപ്പോൾ പറയാറായിട്ടില്ല. പറയുന്നത് ശരിയല്ല. രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ വരെ കൂടുതലായിട്ടൊന്നും പറയാൻ സർ, ഈ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ചികിത്സയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു റിവ്യൂ, അവരുടെ പരിശോധന റിവ്യൂ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ചില ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മണി ആദ്യം പരിശോധിച്ച ഡോക്ടർ സുമേഷ് പറഞ്ഞിട്ടുണ്ട് അമൃത എന്തുകൊണ്ട് ഇത്തരം കീടനാശിനി കണ്ടെത്തിയില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ആ ഒരു ആംഗിൾ നമ്മൾ പോലീസ് പരിശോധിക്കുന്നുണ്ടോ? അതാണ് നേരത്തെ പറഞ്ഞത്. എല്ലാ വശങ്ങളും വിശദമായിട്ട് പരിശോധിക്കും എന്ന് മാത്രമാണ് പറയാൻ. ഇതിപ്പോൾ ഏത് സ്റ്റേജിൽ ഇപ്പോൾ ഇത്രയും നാളായിരുന്നു അന്വേഷണത്തിന്റെ ഏത് ഘട്ടത്തിൽ ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറയാം. ഞാൻ ഇന്നിപ്പോൾ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ നേരത്തെയുള്ള ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു ഡിസ്കഷൻ കഴിഞ്ഞു. വൈകിട്ട് വീണ്ടും ഡിസ്കഷൻ ഉണ്ട്. അപ്പോൾ അത് വളരെ കൂടുതലായിട്ടൊന്നും ഇപ്പോൾ വിശദമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ ഒരു ഇനീഷ്യൽ ഫൈൻഡിങ്സ് ഇത് സൂയിസൈഡിനാണോ അതോ ഒരു കൊലപാതകത്തിന് സാധ്യത ഒന്നും പറയാറായിട്ട്. ഈ കസ്റ്റഡിയിലുള്ളവരിൽ നിന്ന് എടുക്കുന്ന മൊഴി എത്രമാത്രം നമുക്ക് ഈ അന്വേഷണ സഹായകരമാണ് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്നും ദിൽജിത്ത് ചേർന്നു. ദിൽജിത്ത്, ആത്മഹത്യയെന്നോ കൊലപാതകമെന്നോ ഉള്ള കാര്യത്തിൽ പോലീസ് ഒരു സ്ഥിരീകരണവും നൽകുന്നില്ല. ഏത് തരത്തിലേക്കാണ് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്? ഹരി, തീർച്ചയായും ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ആത്മഹത്യാ കൊലപാതകം ഈ രണ്ട് സാധ്യതകളും തള്ളിക്കളയാതെ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് മണിയുടെ ശരീരത്തിൽ കീടനാശിനിയുടെ അംശം എത്തിച്ചേർന്നത് അബോധാവസ്ഥയിൽ മണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന ദിവസം രാവിലെ 5 മണിക്ക് ശേഷമാണ് എന്നാണ് ഇപ്പോൾ ഒടുവിലായി അന്വേഷണ സംഘത്തിന് ലഭിക്കുന്ന വിവരം. 5 മണി മുതൽ 8 മണി വരെയുള്ള സമയത്താണ് ഇത്തരത്തിൽ ഈ കീടനാശിനിയുടെ അംശം മണിയുടെ ശരീരത്തിൽ എത്തിപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന അന്വേഷണത്തിൽ നിന്ന് വ്യത്യസ്തമായി ആ സമയത്ത് രാവിലെ പുലർച്ചെ, പ്രത്യേകിച്ച് ഈ രാത്രി ഉണ്ടായിരുന്ന മദ്യസൽക്കാരത്തിന് ശേഷം അവിടെ നിന്ന് ജാഫർ ഇടുക്കി, നടൻ സാബുമോൻ തുടങ്ങിയവരെല്ലാം കുറച്ച് സുഹൃത്തുക്കൾ അവിടെ നിന്ന് പോയിരുന്നു. തുടർന്ന് സഹായികൾ ഉൾപ്പെടെയുള്ള ആളുകൾ മാത്രമാണ് മണിക്കൊപ്പം അവിടെ താമസിച്ചിരുന്നത്. ഈ ആളുകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിന് നേതൃത്വം നൽകാനാണ് ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ വരെ അന്വേഷണ ചുമതലയിൽ ഉണ്ടായിരുന്നത് അഡ്മിനിസ്ട്രേഷൻ DYSP AS സുദർശനാണ്. എന്നാൽ ഇന്ന് പുതുതായി അന്വേഷണ ചുമതല ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് SP PN ഉണ്ണിരാജൻ ഇപ്പോൾ ചുമതല ഏറ്റെടുത്ത ശേഷം ഇന്ന് രാവിലെ കലാഭവൻ മണിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ ഔട്ട് ഹൗസായ പാടിയിൽ പരിശോധന നടത്തി. 1 മണിക്കൂറോളം നീണ്ട പരിശോധനയ്ക്ക് ശേഷം ചാലക്കുടി DYSPയുടെ ഓഫീസിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ 14 മണി മരണപ്പെട്ട് 14 ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണങ്ങളുടെ വിശദാംശങ്ങൾ പുതിയ അന്വേഷണ തലവനെ ധരിപ്പിക്കുന്ന കാര്യങ്ങളാണ് നടന്നത്. പ്രത്യേകിച്ച് അഡ്മിനിസ്ട്രേഷൻ DYSP സുദർശൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 14 ദിവസങ്ങളായി നടന്ന മണിയുടെ സുഹൃത്തുക്കളുടെ മൊഴിയെടുപ്പ്, ഒപ്പം മദ്യപിച്ചിരുന്നവരുടെ മൊഴിയെടുപ്പ്, അതുപോലെ തന്നെ മണിയുടെ സഹായികൾ, മണിയുടെ ബന്ധുക്കൾ എന്നിവരുടെ മൊഴിയെടുപ്പ്, അവരുടെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ, പിന്നെ രാസപരിശോധനാ ഫലം, മണിയുടെ പാടി ഗസ്റ്റ് ഹൗസിൽ നിന്നും അതുപോലെ തന്നെ മണിയുടെ കുടുംബ വീടിനടുത്ത് നിന്നും കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ കീടനാശിനികളുടെ കുപ്പികൾ, അവ രാസപരിശോധനയ്ക്ക് അയച്ചതിൻ്റെ ഫലങ്ങൾ, ഇവയെല്ലാം തന്നെ വ്യക്തമായി വിശദമായും പുതിയ അന്വേഷണ തലവന് മുമ്പിൽ വിശദീകരിക്കേണ്ടി വന്നു. ഈ ഒരു യോഗത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും അന്വേഷണത്തിൻ്റെ തുടർ നടപടികൾ തീരുമാനിക്കാനായി ഇപ്പോൾ തൃശ്ശൂർ റേഞ്ച് AG അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ യോഗം നടക്കുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥനായ ക്രൈംബ്രാഞ്ച് SP PN ഉണ്ണിരാജൻ, അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ച് DYSP സോജൻ, മുൻ അന്വേഷണ തലവനായ സുദർശൻ എന്നിവരുൾപ്പെടെയുള്ള സംഘങ്ങളാണ് ഇപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സംസ്ഥാന പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തുടർന്ന് ഈ നിലവിൽ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി വിലയിരുത്തി, തുടർന്നുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തി, തുടർന്നുള്ള അന്വേഷണം ഏത് ഗതിയിലാവണം, ആരെ കേന്ദ്രീകരിക്കണം, ഏത് തരത്തിലുള്ള അന്വേഷണങ്ങളാണ് നടത്തേണ്ടത് തുടർന്ന കാര്യങ്ങളും ഈ യോഗത്തിൽ തീരുമാനമെടുക്കും. ഏതായാലും ഇപ്പോൾ ഇത്തരത്തിലൊരു
കീടനാശിനിയുടെ അംശം പുലർച്ചെ 5 മണിയോട് കൂടിയാണ് എത്തിയിരിക്കുന്നതെന്ന വിവരം ഇന്ന് ലഭ്യമാകുന്നു. അതോടൊപ്പം തന്നെ മണിയുടെ സാമ്പത്തിക സ്രോതസ്സുകൾക്കായുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മണി സ്റ്റേജ് പരിപാടികളും മറ്റും കഴിഞ്ഞെത്തിക്കഴിഞ്ഞാൽ ഈ പണവും മറ്റും സുഹൃത്തുക്കൾക്കും മറ്റും സഹായികൾക്കുമായി സൂക്ഷിക്കാനായി നൽകുന്ന പതിവുണ്ടായിരുന്നു. ഇത്തരത്തിൽ നൽകിയിരിക്കുന്ന പണം കൈക്കലാക്കാനായി അവരെ മണിയെ മനഃപൂർവ്വം അപകടപ്പെടുത്തിയതടക്കമുള്ള സാധ്യതകൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് സഹായിയായ മണിയും മണിയുടെ സഹായിയായ മുരുകൻ, അതുപോലെ തന്നെ വിപിൻ, അരുൺ എന്നിവർ ചേർന്ന് മണി അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ശേഷം പാടി ഗസ്റ്റ് ഹൗസ് പൂർണ്ണമായും വൃത്തിയാക്കി അവിടെ നിന്നും സാധന സാമഗ്രികൾ ചാക്കിൽ കെട്ടി പുറത്തേക്ക് കൊണ്ടുപോയതായുള്ള വിവരങ്ങൾ മൊഴിയായി ലഭിച്ചിട്ടുണ്ട്. ഈ കൊണ്ടുപോയിരിക്കുന്നത് വളരെ ദുരൂഹമായ ഒരു സാഹചര്യത്തിലാണ്. പ്രത്യേകിച്ച് മണിയുടെ മരണത്തിന് ശേഷം ഈ 3 സഹായികൾ മണിയുടെ മരണാനന്തര ചടങ്ങുകളിൽ പോലും പങ്കെടുത്തിട്ടില്ല. മണിയുടെ സന്തത സഹകാരികളായിരുന്ന ഈ 3 പേർ മണിയുടെ മരണാനന്തര ചടങ്ങുകളിൽ നിന്ന് വിട്ടുനിന്നതും പിന്നീട് ഒളിവിൽ കഴിഞ്ഞതുമെല്ലാം തന്നെ വളരെ ദുരൂഹത ഉണർത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടന്നു വരുന്നു. അന്വേഷണ സംഘം വ്യത്യസ്ത ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഇപ്പോൾ ഇവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ മുമ്പ് മണിയുടെ സുഹൃത്തുക്കളായ നടൻ ജാഫർ ഇടുക്കി, അതുപോലെ തന്നെ ടെലിവിഷൻ താരൻ സാബു മോൻ എന്നിവരുടെ മൊഴികളിൽ മണി മദ്യപിച്ചത് സംബന്ധിച്ചുള്ള മൊഴിയിൽ ഇരുവരും വ്യത്യസ്ത മൊഴികളാണ് നൽകിയിരുന്നത്. ഈ മൊഴികളിലെല്ലാം വൈരുദ്ധ്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ എല്ലാം മൊഴികൾ രണ്ടാമതും രേഖപ്പെടുത്തേണ്ടി വരും. ഏതായാലും ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ IG-യുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അന്വേഷണ പുരോഗതിയെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാകും നാളെ മുതൽ ഏത് രീതിയിലാണ് അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന കാര്യത്തിൽ തീരുമാനമാവുക. അതായത് ദിൽജിത്ത്, കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി വരുന്നു. അതായത് പുലർച്ചെ 5 മണിക്കും 8 മണിക്കും ഇടയിലാണ് മണിയുടെ മരണത്തിലെ ദുരൂഹത സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കിടക്കുന്നത്. ആ 3 മണിക്കൂറിലെ കാര്യങ്ങൾ എന്താണ് എന്നത് സംബന്ധിച്ചാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാൻ കഴിയുമോ? തീർച്ചയായും ഹരി, ഈ 5 മണിക്ക് ശേഷം എന്ന് പറയുമ്പോൾ ഇതുവരെ ഉള്ള സാധ്യത പോലീസിൻ്റെ അന്വേഷണം മദ്യപാനം നടന്നിരുന്നു, സമൂഹ മദ്യപാനം നടന്നു. ഈ സമൂഹ മദ്യപാനത്തെ തുടർന്നാണ് അല്ലെങ്കിൽ അതിന് ഇടയ്ക്കാണ് ഭക്ഷണം വഴിയോ അല്ലെങ്കിൽ മദ്യം വഴിയോ ഈ കീടനാശിനിയുടെ അംശം ആരെങ്കിലും നൽകുകയോ അല്ലെങ്കിൽ അബദ്ധവശാൽ ഉൾപ്പെട്ട് മണിയുടെ ശരീരത്തിൽ എത്തിപ്പെടുകയായിരുന്നു എന്ന രീതിയിലുള്ള അന്വേഷണമാണ് ഇത്ര നേരം നടന്നിരുന്നത്. എന്നാൽ ഇത്തരത്തിൽ വ്യാജമദ്യമോ അല്ലെങ്കിൽ മറ്റ് ബിയറോ മറ്റ് പാനീയങ്ങളോ ഭക്ഷണമോ ഒന്നും കഴിച്ചതിലൂടെ അല്ല കീടനാശിനി എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് പുലർച്ചെ 5 മണിക്ക് ശേഷം ഇത്തരത്തിലൊരു സംഭവം നടക്കണമെങ്കിൽ ഈ ആത്മഹത്യ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കരുതിക്കൂട്ടിയുള്ള ഒരു അപായപ്പെടുത്തൽ ഈ 2 സാധ്യതകളിലേക്ക് വീണ്ടും ഊർജിതമാകുന്നു. ആദ്യഘട്ടത്തിൽ ഇന്നലെ പുലർച്ചയോടുകൂടി ഇന്നലെ രാവിലത്തെ നിഗമനങ്ങളിലേക്ക് എത്തിയപ്പോൾ ആത്മഹത്യ എന്നൊരു സാധ്യത പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ളൊരു ഘട്ടത്തിലേക്കാണ് എത്തിയത്. എന്നാൽ ഇപ്പോൾ പുലർച്ചയോടുകൂടിയാണ് ഈ കീടനാശിനിയുടെ അംശം ശരീരത്തിൽ എത്തിപ്പെട്ടത് എന്ന് അറിയുമ്പോൾ ആത്മഹത്യയുടെ കൂടി സാധ്യത അല്പം കൂടി വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഉണ്ണിരാജ ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്ന കാര്യത്തിൽ ഒരു നിഗമനത്തിലെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നൊരു പ്രതികരണം മാധ്യമങ്ങളോട് നടത്തിയത്. ഏതായാലും ഇപ്പോൾ ഈ മണിയെ അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ഉള്ള സാഹചര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ആ ആശുപത്രിയിൽ വ്യക്തമായ വേണ്ട രീതിയിലുള്ള ചികിത്സാ സൗകര്യങ്ങൾ മണിക്ക് ലഭ്യമായിട്ടുണ്ടോ, ചികിത്സാ പിഴവുകൾ എന്തെങ്കിലും സംഭവിച്ചതാണോ, മണിയുടെ ആരോഗ്യസ്ഥിതി മോശമാക്കിയത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിന് മണിയുടെ ആ സമയത്ത് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടപ്പോൾ മണിയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് മെഥനോൾ ഉൾപ്പെടെയുള്ള വിഷാംശം ശരീരത്ത് ഉണ്ടെന്നുള്ള ഒരു കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്യുന്നതും പ്രത്യേകിച്ച് മണിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള തീരുമാനമടക്കം എടുക്കുന്നത്. ഈ നടപടികളിലെല്ലാം തന്നെ ആശുപത്രി അധികൃതർ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമാക്കുന്നതിനായി ഇപ്പോൾ ചേരാനല്ലൂർ പോലീസിനോട് അന്വേഷണ സംഘം ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാകും അന്വേഷണ സംഘം നിഗമനത്തിലേക്ക് എത്തുക. ഏതായാലും ഇപ്പോൾ ഈ സഹായികളെ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് സംശയകരമായ സാഹചര്യത്തിൽ പാടി ഔട്ട് ഹൗസ് വൃത്തിയാക്കുകയും മരണശേഷം മണിയുടെ മരണാനന്തര ശേഷം ചടങ്ങുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്ത ഈ 3 സഹായികളെ മുരുകൻ, വിപിൻ, അരുൺ എന്നിവരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പൂർണ്ണമായും നടക്കുന്നത്. ഏതായാലും അവരെ ഇപ്പോൾ വ്യത്യസ്ത അന്വേഷണ സംഘങ്ങൾ മാറി മാറി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇവരെ അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. സംഭവവുമായി ബന്ധപ്പെട്ട 8 പേരെ ഇതുവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അത് ഈ തലേ ദിവസം നടന്ന മദ്യസൽക്കാരത്തിൽ വ്യാജമദ്യം എത്തിച്ചതുമായി ബന്ധപ്പെട്ടാണ്. മണിയുടെ അസ്വാഭാവിക മരണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ കസ്റ്റഡിയിലായ ആളുകളുടെ എണ്ണം 10-ലധികം ഉണ്ടെങ്കിലും അറസ്റ്റ് ആരുടെയും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് വിവരം. ഏതായാലും അടുത്ത ദിവസം തന്നെ ഇത്തരത്തിലുള്ള അറസ്റ്റുകൾ ഉണ്ടായേക്കുമെന്ന സൂചനയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്നത്. ശരി ദിൽജിത്ത്. സുഹൃത്തിനു വേണ്ടി കൊണ്ടുവന്ന വാറ്റുചാരായമാണ് പാടിയിലെത്തിയപ്പോൾ മണിയുടെ സഹായികൾക്ക് നൽകിയതെന്ന് ജോമോൻ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. മണി മദ്യപിച്ചിരുന്നില്ലെന്നും അവധിക്ക് നാട്ടിലെത്തിയപ്പോഴാണ് പാടിയിൽ പോയതെന്നും ജോമോൻ പറഞ്ഞു.
കസിന്റെ വീട്ടിൽ നിന്ന് ഒരു 3-4 പെഗ്ഗാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നത്, ഒരു ചെറിയൊരു കുപ്പിയില്. അത് എടുത്തുകൊണ്ട് വന്നിട്ട് ഈ പറഞ്ഞ മുരുകനും ജസ്റ്റ് ടേസ്റ്റ് കൊടുക്കാൻ കൊടുത്തു, വിനുവിനും കൊടുത്തു. അതിനുശേഷം ഉണ്ടായിരുന്ന 2 പെഗ്ഗാണ് ഞാൻ വണ്ടിക്കകത്ത് വെച്ചിട്ട് ഞാൻ വീട്ടിൽ പോയതിനു ശേഷം കാലത്ത് അവൻ എന്റെ വീട്ടിലേക്ക് വന്നത്. മണിച്ചേട്ടൻ കഴിക്കില്ല, അതെനിക്ക് നല്ലപോലെ അറിയണ്ട. ആള് എന്റെ മുന്നിൽ ഇരിക്കണ്ടായിരുന്നു, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന. അപ്പൊ ജസ്റ്റ് അപ്പൊ അവർക്ക് കൊടുത്തു. അപ്പൊ മണിച്ചേട്ടൻ ചോദിച്ചു എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്റെ കസിന്റെ വീട്ടിൽ പോയിപ്പോ കിട്ടിയതാണ്, ഓക്കെ എന്ന് പറഞ്ഞു. അല്ലാണ്ട് ആള് അതിനകത്ത് യാതൊരു ഇൻട്രസ്റ്റ് ഇന്ന് അവരെ കാണിച്ചിട്ടില്ല. വയനാട്ടിൽ വീണ്ടും ആദിവാസി യുവതി ആംബുലൻസിൽ പ്രസവിച്ചു. മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ നിന്നും സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ പുൽപ്പള്ളി സ്വദേശിനി ലക്ഷ്മി കോളനിയിലെ ദേവിയാണ് പ്രസവിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ DMO ഓഫീസ് ഉപരോധിച്ചു. പുൽപ്പള്ളി ദാസനക്കര ലക്ഷ്മി കോളനിയിലെ ദേവിയെയാണ് ഇന്നലെ രാത്രിയോടെ മാനന്തവാടി ജില്ലാ ആശുപത്രിയിലെത്തിച്ചത്. എന്നാൽ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് യുവതിയെ ഡോക്ടർമാർ റഫർ ചെയ്യുകയാണുണ്ടായത്. ജില്ലാ ആശുപത്രിയുടെ ആംബുലൻസിനായി മണിക്കൂറുകളോളം യുവതിയും ബന്ധുക്കളും ഇവിടെ കാത്തുനിന്നു. ഒടുവിൽ ആംബുലൻസിലുള്ള യാത്രക്കിടെയാണ് കൽപ്പറ്റയിൽ വെച്ച് യുവതി പ്രസവിച്ചത്. ആംബുലൻസ് വന്നപ്പോഴത്തേക്കും തന്നെ എൻ്റെ വൈഫിന് തീരെ വയ്യാണ്ടായിരുന്നു. അവിടുന്ന് ആംബുലൻസിൽ കയറി ഞങ്ങളൊരു പനമരം കഴിഞ്ഞതും അവിടെ ഡെലിവറി നടന്നു. റോട്ടിൽ തന്നെയായിരുന്നു ഡെലിവറി. 4 മാസങ്ങൾക്കിടെയുണ്ടാവുന്ന 3ാമത്തെ സമാന സംഭവമാണിത്. ആദ്യ സംഭവത്തിൽ ദേവി എന്ന ആദിവാസി സ്ത്രീക്ക് നഷ്ടമായത് 3 കുഞ്ഞുങ്ങളെയാണ്. അനിത എന്ന യുവതിയും മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്രയിലാണ് പ്രസവിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ DMO ഓഫീസ് ഉപരോധിച്ചു. ശക്തമായ പ്രതിഷേധമാണ് ഇവിടെ നിലനിൽക്കുന്നത്. യുവതിയുടെ രക്തസമ്മർദ്ദം ഉയർന്നതിനാൽ വിദഗ്ധ ചികിത്സയ്ക്ക് റഫർ ചെയ്യുകയായിരുന്നുവെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. കാലം ഇതുവരെ ജില്ലാ ആശുപത്രിയിൽ മതിയായ ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ അധികൃതർ തയ്യാറായിട്ടില്ല. അതേസമയം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, വയനാട്. RSS ബന്ധമുള്ള ഗോസംരക്ഷണ സേന കൊലപ്പെടുത്തിയ ജാർഖണ്ഡിലെ 15-കാരനായ കന്നുകാലി കച്ചവടക്കാരൻ്റെ ചിത്രം വൈറലാകുന്നു. 2 കന്നുകാലി വ്യാപാരികളെ അടിച്ചുകൊന്ന് കെട്ടിത്തൂക്കിയ വാർത്ത നാം കേട്ടു. ഞെട്ടലോടെയാണ് നാം അത് ശ്രവിച്ചത്. പക്ഷേ ആ ഭീകരതയുടെ ആഴം കുറെ കൂടി വലുതാണ്. ഇതൊന്ന് കാണൂ. ഭീകരമായി മർദ്ദിച്ച ശേഷം കൊന്ന് കെട്ടിത്തൂക്കിയതിൽ ഒരാൾ കൗമാരപ്രായക്കാരനാണ്. കുട്ടിത്തം വിട്ടുമാറാത്ത 15-കാരൻ ആസാദ് ഖാന്റെ ചിത്രമാണ്. കന്നുകാലികളെ കച്ചവടത്തിന് കൊണ്ടുപോയി എന്നതിന്റെ പേരിൽ RSS ബന്ധമുള്ള ഗോസംരക്ഷണ സേനയാണ് ഇവരെ കൊന്നത്. വ്യാപാരികളെന്ന് കേട്ടപ്പോൾ നാം കാണാതെ പോയത് ഈ 15-കാരന്റെ ദുര്യോഗമാണ്. അസഹിഷ്ണുതയുടെ തീവ്രവാദികൾ രാജ്യസ്നേഹത്തിൽ പൊതിഞ്ഞ മതാന്ധത കാട്ടിയത് ഈ ബാലനോടാണെന്നറിയുമ്പോഴാണ് സംഭവം ഉയർത്തുന്ന ഭീഷണിയുടെ ശക്തി ബോധ്യമാകുന്നത്. പ്രായത്തിന്റെ നിഷ്കളങ്കത വിട്ടുമാറാത്ത ഈ 15-കാരനെയാണ് തുണി വായിൽ തിരുകി മർദ്ദിച്ച ശേഷം കൊന്നു കെട്ടിത്തൂക്കിയത്. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV ന്യൂസ്. തിരുവനന്തപുരം കാട്ടായിക്കോണത്തുണ്ടായ ആക്രമണത്തിൽ പോലീസ് നിഷ്ക്രിയത്വം തുടരുന്നു. ആക്രമണം നടത്തിയ BJP പ്രവർത്തകരെ ഇതുവരെയും പോലീസ് പിടികൂടിയിട്ടില്ല. ഇതോടെ ആക്രമണത്തിന് പിന്നിൽ BJP സർക്കാർ ഗൂഢാലോചനയുണ്ടെന്ന ആക്ഷേപം ശക്തമാകുന്നു. തിരുവനന്തപുരം മാസ്റ്റർ പ്ലാൻ വിരുദ്ധ സമരത്തിന്റെ മറവിൽ കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് കാട്ടായിക്കോണത്ത് BJP RSS പ്രവർത്തകർ വ്യാപക ആക്രമണം നടത്തിയത്. CPIM പ്രവർത്തകർ ആക്രമിച്ചെന്ന വ്യാജ പ്രചരണം നടത്തി പ്രദേശത്ത് അക്രമികൾ അഴിഞ്ഞാടുകയായിരുന്നു. പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു അക്രമ പ്രവർത്തനങ്ങൾ. ആക്രമണം നടത്തിയ BJP RSS പ്രവർത്തകരെ തടയാൻ ഒരു തരത്തിലും പോലീസ് ഇടപെട്ടിരുന്നില്ല. ഇവരെ കുപ്പിയാണ് അത്രയും വാരിയായിരുന്നത്. പിന്നെ ഇത് ഇത്രയും അവിടെ കൊണ്ട് കിട്ടാൻ പോലീസുകാർ നോക്കിക്കൊണ്ടിരുന്നിട്ട് പോലും ഇത്രയും ഉപകരണം കൊണ്ടിട്ട് ഇവിടെ കരുതലില്ലായിരുന്നു. ഇത്രയും വാരി കൊണ്ടിട്ട് അവരൊന്നും മിണ്ടിയില്ല. സംഭവത്തിന് ശേഷം ദിവസങ്ങൾ പിന്നിട്ടിട്ടും അക്രമികളായ BJP പ്രവർത്തകരാരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. മറിച്ച് നിരപരാധികളായ CPIM പ്രവർത്തകരെയാണ് പോലീസ് പിടികൂടിയതെന്നും ഇതിനു പിന്നിൽ BJP സർക്കാർ ഗൂഢാലോചനയുണ്ടെന്നും CPIM ആരോപിക്കുന്നു. BJP കൊണ്ടുവന്നിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് പുറത്തുള്ള ആളുകളാണ്. ഇവിടുത്തെ ജനങ്ങളെ ആക്രമിക്കുന്നതിന് വേണ്ടി ഇവിടെ വന്നെത്തിച്ചേർന്നിട്ടുള്ള ഈ പുറത്തുള്ള ഈ ഗുണ്ടാ സെറ്റിനെ പറഞ്ഞുവിടുന്നതിനോ നിയന്ത്രിക്കുന്നതിനോ പോലീസ് ഇതിന് തയ്യാറായില്ല. നിരന്തരം ഞങ്ങളെ മാത്രം ഇങ്ങനെ ഉപദ്രവിക്കുക, ഞങ്ങളുടെ വീടുകളിൽ മാത്രം ഇങ്ങനെ പോലീസ് കയറി പരിശോധന നടക്കുക, ഞങ്ങളുടെ ആളുകളെ മാത്രം കസ്റ്റഡിയിലെടുക്കുക, നിരപരാധികളെ ആയിട്ടുള്ള ആളുകളെ അടക്കം പിടിച്ച് ഈ കേസിൽ പ്രതികളാക്കുന്നതിനുള്ള പരിശ്രമമാണ് ഈ പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. BJPയും സർക്കാരും കൂടാതെ ഇതിനകത്ത് ഇവിടുത്തെ MLA അടക്കമുള്ള ആളുകൾക്ക് ഇതിനകത്ത് പങ്കുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കപ്പെടുന്നു. കാട്ടായിക്കോണത്തെ ആക്രമണത്തിന് പിന്നിൽ BJP സർക്കാർ ഗൂഢാലോചനയുണ്ടെന്ന് നേരത്തെ തന്നെ ആക്ഷേപമുയർന്നിരുന്നു. സംഭവത്തിൽ പോലീസ് ഇപ്പോഴും നിഷ്ക്രിയത്വം തുടരുന്നത് ഈ ആക്ഷേപത്തിന് ശക്തി പകരുന്നു.
ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൗൺസിലിന്റെ സംസ്ഥാനതല അവാർഡ് വിതരണം തിരുവനന്തപുരത്ത് നടന്നു. ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മർത്തോമ വലിയ മെത്രാപ്പൊലീത്ത അവാർഡുകൾ വിതരണം ചെയ്തു. വിനോദ് പായം, പി ലിബീഷ് കുമാർ, ആർ ജയവിഷ്ണു, എസ് മഹേഷ് കുമാർ എന്നിവർ മാധ്യമ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി.